എന്താണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ ആദർശം എന്നതാണ് ശ്രോതാവ് സംശയമായി ചോദിച്ചിട്ടുള്ളത്. അഹ്ല് എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ടവർ എന്നാണ് അർത്ഥം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം, നബി കാണിച്ചു തന്ന മാർഗമാണ് സുന്നത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും പ്രവർത്തിച്ചതും പ്രവാചകൻ നമുക്ക് അംഗീകാരമായിട്ട് സഹാബാക്കൾ പ്രവാചകന് മുന്നിൽ ചെയ്ത് കാണിച്ചു തന്നത്, ഇതൊക്കെ സുന്നത്താണ്. ഇസ്ലാമിലെ നിയമങ്ങൾ മൊത്തത്തിൽ ഒരു സുന്നത്ത് എന്നുള്ള അർത്ഥത്തിൽ പറയാം. അപ്പോൾ സുന്നത്ത് അതാണ് അഹ്ലു സുന്ന. അപ്പോൾ സുന്നത്തിൻ്റെ ആളുകൾ എന്നാണ്. വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ചെയ്യുന്ന, ഒരുമിച്ച് കൂട്ടുന്ന ഒരു കാര്യത്തിനാണ് ജമാഅത്ത്. ഇപ്പം നമ്മൾ ജമാഅത്ത് നമസ്കാരം എന്ന് പറയലോ, സംഘടിതമായിട്ട് നിസ്കരിക്കുന്നതിന് ജമാഅത്ത്. അതുപോലെ ജുമുഅ എന്ന് പറയുന്നത് അതിന് പെട്ടതാണ്. അപ്പോൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീന്, അത് സഹാബാക്കൾ ഏത് രീതിയിൽ മനസ്സിലാക്കിയോ, ഏത് രീതിയിലാണോ അവർ ചെയ്തത്, അത് അതേപോലെ നമ്മൾ അതിൽ ഏറ്റക്കുറവുകളില്ലാതെ സ്വീകരിച്ച് പോരുന്ന രീതിക്കാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്നത്. വിശ്വാസ കാര്യങ്ങളിൽ, അതേപോലെ ഇബാദത്തിൻ്റെ കാര്യങ്ങളിൽ, ഇതിലൊക്കെ ഇടപാടുകളിലൊക്കെ സാധാരണ ഈ സഹാബാക്കൾ ഇവരൊക്കെ എങ്ങനെയാണോ മനസ്സിലാക്കിയത് ദീനിനെ, ആ രീതിയിൽ സ്വീകരിച്ചു പോരുന്ന രീതിക്കാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്നത്. ഇതിനെ ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ വളരെ വിശദമായിട്ട് നമുക്ക് പറയുന്നുണ്ട്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ആരാണെന്ന് പറഞ്ഞാൽ അൽ മുത്തമസ്സിഖൂന ബി കിതാബില്ലാഹി വസുന്നത്തി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം വബിമാ കാന അലൈഹി അസ്സദറുൽ അവ്വലു മിനസ് സഹാബത്തി വത്താബിഈന വഅയിമ്മത്തുൽ മുസ്ലിമീന ഫി ഖദീമി ദഹരി വഹദീസിഹി എന്നാണ് ഇബ്നു കസീർ റഹ്മഹുല്ലാ അതിനെ വിശദീകരിച്ചത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ, പ്രവാചക ചര്യ, അത് ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ച സലഫുകൾ, സഹാബികളും താബിയങ്ങളും മുസ്ലിങ്ങളുടെ ഇമാമുകൾ, ഇവരൊക്കെ ഏത് രീതിയിലാണോ അത് അന്നത്തെ ആയാലും പുതുതായുള്ള കാലഘട്ടത്തിലെ പണ്ഡിതന്മാരായാലും മുസ്ലിം ഉമ്മത്ത് മൊത്തത്തിൽ ചെയ്തു വന്ന കാര്യത്തിനാണ് അഹ്ലു സുന്ന വൽ ജമാഅ എന്ന് പറയുന്നത്. ചുരുക്കി നമുക്കിത്രയേ വിവരിക്കാൻ കഴിയുള്ളൂ. വിശദമായിട്ട് അതുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾ ഇതൊക്കെ നമ്മൾ കേൾക്കുകയാണ് വേണ്ടത് ഇൻഷാ അല്ലാഹ്.